അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ്. സഹോദരങ്ങളെ, വളരെയേറെ പ്രധാനപ്പെട്ട ഒരു രാവാണ് നമുക്ക് കടന്നു വരുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് രാത്രി അഥവാ വ്യാഴാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച രാവാകുന്ന ഇന്ന് രാത്രി ഷഅബാൻ 15-ാം രാവാണ്. ധാരാളം മഹത്വം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പ്രത്യേക കാരുണ്യം പടപ്പുകളിലേക്ക് ഇറങ്ങുന്ന സമയമാണ് ഇന്ന് രാവ്. ഈ രാത്രിയിൽ കഴിഞ്ഞകാല പാവങ്ങളിൽ നിന്നും മുക്തമായി വരും കാല ജീവിതത്തിൽ സംശുദ്ധരായി ജീവിക്കാൻ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും തൗബ ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. ധാരാളമായി പ്രാർത്ഥനയ്ക്ക് മാറ്റിവെക്കേണ്ട സമയമാണ് ഇന്ന് രാത്രി. അതോടൊപ്പം പൂർവ്വസൂരികളായ പണ്ഡിതന്മാരുടെ പ്രത്യേകമായ നിർദ്ദേശവും അവരുടെ പഠനത്തിൽ നിന്നും പരമ്പരാഗതമായി നാം ചെയ്തു പോന്നിട്ടുള്ള ഒന്നാണ് ഇന്ന് മഗ്‌രിബിന് ശേഷം സൂറത്ത് ദുഖാൻ പാരായണം ചെയ്യണം. ധാരാളം മഹത്വമുള്ള സൂറത്താണ് സൂറത്ത് ദുഖാൻ. നിത്യം ഓതണമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയെങ്കിലും നമ്മളത് ചെയ്യണം. സൂറത്ത് യാസീൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൻ്റെ മഹത്വം പറഞ്ഞ കൂട്ടത്തിൽ കാണാം. എന്തൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണോ ഒരാൾ യാസീൻ സൂറത്ത് ഓതുന്നതെങ്കിൽ അതവനിക്ക് ലഭിച്ചിരിക്കും. 3 പ്രാവശ്യമാണ് സൂറത്ത് യാസീൻ ഇന്ന് രാത്രി പാരായണം ചെയ്യേണ്ടത് മഗ്‌രിബിന് ശേഷം. ഒന്നാമത്തെ യാസീൻ സൂറത്ത് ഓതുമ്പോൾ കരുതേണ്ടത് നമ്മുടെ ആയുസ്സിലുള്ള ബർക്കത്തിന് വേണ്ടിയിട്ടാണ്. ആയുസ്സിലുള്ള ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എത്ര കാലം നാം ജീവിച്ചാലും ഇസ്സത്തുള്ള ആഫിയത്തുള്ള ജീവിതമായിരിക്കണം നമുക്ക് ലഭിക്കേണ്ടത്. അതോടൊപ്പം കുറഞ്ഞ കാലങ്ങളിൽ ധാരാളം നന്മകൾ, ധാരാളം വർക്കുകൾ, ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ബർക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ, ചുരുങ്ങിയ ജീവിതത്തിനുള്ളിൽ ധാരാളം നന്മകൾക്ക് തുടക്കം കുറിക്കാനും അത് നടപ്പിലാക്കാനും നമുക്ക് കഴിയണം. ഇസ്സത്തുള്ള ജീവിതമായിരിക്കണം. ബറക്കത്തുള്ള ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. രണ്ടാമത്തെ സൂറത്ത് യാസീൻ ഓതുന്ന സമയത്ത് നാം കരുതേണ്ടത് നമ്മുടെ റിസ്ഖിലുള്ള ബർക്കത്തിനാണ്. റിസ്ഖിലുള്ള ബർക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം. വിദേശ രാജ്യങ്ങളിൽ വന്ന് നാം കഠിനാധ്വാനം ചെയ്യുന്നത് നാമും നമ്മുടെ കുടുംബവും നമ്മെ ആശ്രയിച്ച് ജീവിക്കുന്നവരും സന്തോഷകരമായി ജീവിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അതുകൊണ്ട് തന്നെ വിഷമങ്ങളില്ലാതെ, ബുദ്ധിമുട്ടില്ലാതെ, പ്രയാസങ്ങളില്ലാതെ നമ്മെയും നമ്മുടെ കുടുംബത്തെയും നല്ല നിലയിൽ അവർക്ക് ആവശ്യമായതെല്ലാം നൽകി നല്ലൊരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ എല്ലാം റബ്ബിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടണം. ആരുടെ മുമ്പിലും കൈനീട്ടേണ്ട ഒരു ഗതികേട് ആർക്കും ഉണ്ടാകാൻ പാടില്ല. ഇസ്സത്തിന് തകരാറ് വരാതെ, ഭക്ഷണത്തിന് ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ നമുക്ക് കഴിയണം. രണ്ടാമത്തെ യാസീൻ കൊണ്ട് ഉദ്ദേശിക്കേണ്ടത് അതാണ്. മൂന്നാമത്തെ യാസീൻ ഓതുന്ന സമയത്ത് നമ്മുടെ അന്ത്യം നന്നാകണം. ഇവിടെ ഒരുപാട് കാലങ്ങൾ ജീവിച്ച് മരണനേരത്ത് ഈമാൻ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അന്ത്യം നന്നാകണം, ഈമാൻ സലാമത്തായി കിട്ടണം. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ലക്ഷ്യം, അന്ത്യം നന്നാവുക എന്നുള്ളതാണ്. ഇത് 3 കരുതി 3 യാസീനും ഓതി ദുആ ചെയ്ത് ധാരാളം നന്മകൾ ഇന്ന് രാത്രി പരമാവധി ഇബാദത്തുകൾ വർദ്ധിപ്പിച്ച് നാളെ പ്രത്യേകിച്ച് പരിശുദ്ധമായ ഷഅബാൻ 15-ൻ്റെ നോമ്പ് എന്ന നിയ്യത്തോടു കൂടി ആ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ നാം ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടും ദുആ വസിയത്ത് ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.